കണ്ണും കാതും കാവലിരിക്കുന്നു പുൽക്കൂടിലിൽ. ഉണ്ണി പൊന്നെ നിന്നിലിരിക്കുന്നു എൻ നെഞ്ചകം. പാവന താരകം പോ താഴെ ഞാനിരിപ്പൂ. താരക പൈതലിനെ കാണുവാൻ കാത്തിരിപ്പൂ. എൻ സാക്ഷ്യവും സന്ദേശവും ഈ ഉണ്ണി തൻ ജന്മമല്ലോ. എൻ സർവവും സംഗീതവും ഈ മണ്ണിലാ നാമമല്ലോ. കണ്ണും കാതും കാവലിരിക്കുന്നു പുൽക്കൂടിലിൽ. ഉണ്ണി പൊന്നെ നിന്നിലിരിക്കുന്നു എൻ നെഞ്ചകം. പുൽക്കുടിൽ തീരുകിലുള്ളിലൊരാനന്ദം. പൊൻപണം നൽകിയാൽ കിട്ടാത്തൊരാനന്ദം. പരിമതിയഴകാ പകലിനു പൊരുളാ പ്രിയസുത ജനനം മനുജനു ശരണം. കൺതുറന്നിൻ മനം പുഞ്ചിരിച്ചു വിൺവഴി പോകുവാൻ സഞ്ചരിച്ചു. ഉണ്ണി പൊന്നേ രാരോ രാരോ. ഉണ്ണി പൊന്നേ രാരോ രാരോ. കണ്ണും ഓ കാതും കാതും ഓ കണ്ണും കാതും കാവലിരിക്കുന്നു പുൽക്കൂടിലിൽ. ഉണ്ണി പൊന്നെ നിന്നിലിരിക്കുന്നു എൻ നെഞ്ചകം. ജും 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 ജും. വേദഗ്രന്ഥ പൊരുൾ വന്നു പിറന്നല്ലോ. വേദനയേതുമേറ്റെടുത്തിടുവാൻ അവനിലഴകാ നിരുപമ ജനനം. അവനുടെ മിഴികൾ അനുപമ വഴികൾ മൺചിരാതെന്ന പോലുള്ളു. നെഞ്ചിലെ നൊമ്പരം മൺമറഞ്ഞു. ഉണ്ണി പൊന്നേ രാരേ രാരോ. ഉണ്ണി പൊന്നേ രാരേ രാരോ. ഓ കാതും ഓ കണ്ണും കാതും കാവലിരിക്കുന്നു പുൽക്കൂടിലിൽ. ഉണ്ണി പൊന്നെ നിന്നിലിരിക്കുന്നു എൻ നെഞ്ചകം. പാവന താരകം പോ താഴെ ഞാനിരിപ്പൂ. താരക പൈതലിനെ കാണുവാൻ കാത്തിരിപ്പൂ. എൻ സാക്ഷ്യവും സന്ദേശവും ഈ ഉണ്ണി തൻ ജന്മമല്ലോ. എൻ സർവ്വ സംഗീതവും ഈ മണ്ണിലാ നാമമല്ലോ. കാതും കാവലിരിക്കും
പുൽക്കൂടിലിൽ തന്നെ നിന്നിലിരിക്കുന്ന എൻ പെട്ടെന്ന് കറണ്ട് പോയപ്പോൾ അവിടുത്തെ നക്ഷത്രങ്ങൾ അണഞ്ഞു. അപ്പോൾ ആ ഇളയ 10 വയസ്സുള്ള കുട്ടി പറഞ്ഞു, നക്ഷത്രത്തിന്റെ ഭംഗിയെല്ലാം പോയല്ലോ. അപ്പോൾ മൂത്ത കുട്ടി പറഞ്ഞു, നീ കറണ്ട് പോയത് കണ്ടില്ലേ? അതിന്റെ ഉള്ളിലെ ബൾബ് കെട്ടുപോയി. അപ്പോൾ പിതാവ് പറഞ്ഞു, മക്കളെ, നക്ഷത്രത്തിന് അങ്ങനെ വലിയ ഭംഗിയൊന്നുമില്ല. നക്ഷത്രം ഏത് മോഡലിൽ ഉണ്ടാക്കിയാലും, നക്ഷത്രം ഏത് കളറിൽ ഉണ്ടാക്കിയാലും അതിൻ്റെ ഉള്ളിൽ ബൾബ് കത്തുമ്പോഴാണ് നക്ഷത്രങ്ങൾക്ക് ഭംഗിയുണ്ടാകുന്നത്. സ്നേഹമുള്ളവരെ, ഞാനിതിവിടെ പറഞ്ഞത്, നമ്മളെല്ലാം എന്തുമാത്രം കഴിവുള്ളവരായാലും, നമ്മളെല്ലാം എന്തുമാത്രം വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും, നമ്മളെന്തെല്ലാം സാമ്പത്തിക ചുറ്റുപാടുണ്ടെങ്കിലും, നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ, നമ്മുടെ ഉള്ളിൽ ഈശോ കത്തിജ്വലിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാനുള്ള എല്ലാ സ്രോതസ്സും ഉണ്ടാകുന്നത്. നമ്മളുടെ ഉള്ളിൽ ഈശോ ജ്വലിച്ച് നിൽക്കുന്നില്ലെങ്കിൽ നമ്മളുടെ ജീവിതം ശൂന്യമാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ ഈശോയെ നക്ഷത്രത്തിന്റെ ഉള്ളിൽ ബൾബ് കത്തി നിൽക്കുന്നത് പോലെ നമ്മുടെ ഈശോയെ നമ്മുടെ ഉള്ളിൽ കത്തിജ്വലിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പഴയകാല ഒരു ഗാനത്തിന്റെ 4 വരികൾ ഞാനിവിടെ പാടുകയാണ്. വീടുകളില്ല, വഴിയമ്പലമില്ല, രക്ഷകനൂഴിയിൽ വന്നു പിറക്കാനിടമില്ല, ഇടമില്ല. താതൻ നിന്നുടെ ഹൃദയത്തിൽ വാതിൽ മുട്ടി വിളിക്കുന്നു, മകനെ, ഉള്ളിലെനിക്കു പിറക്കാനിടമുണ്ടോ, ഇടമുണ്ടോ? അതെ മകനെ, മകളെ, നമ്മുടെ ഹൃദയവാതുക്കൾ ദൈവം മുട്ടുകയാണ്. നിന്റെ ഹൃദയത്തിൽ പിറക്കുവാൻ എനിക്ക് കഴിയുമോ? സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരു പുൽക്കൂടായി മാറ്റാം. നിർമ്മലമായ ഒരു ഹൃദയമായി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ക്രിസ്മസിന്, ഈ ക്രിസ്മസിന് ഉണ്ണിയേശു നമ്മുടെ ഹൃദയത്തിൽ പിറക്കുവാനായി ഉള്ള സാഹചര്യങ്ങൾ നമുക്കൊരുക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മേരി ക്രിസ്മസ്. Barbie, let's go party. I'm a Barbie girl in the Barbie
പിശുക്കാതെ കൈയടിക്ക് എല്ലാവരും ഒന്നുകൂടെ കൈയടിച്ചേ. In December, we commemorate the birth of Jesus Christ, the Savior of the world. Pope Francis issued a special commission urging the people of the world to stand firm in prayer. The Pope, who selects a variety of topics each month, has entrusted the mission of prayer life. The Pope called on every Christian to nourish our experience with God by doing some prayers separately and as a community. Important types of prayer. The important types of prayer are family prayer, self-prayer, the Holy Mass, and receiving the Holy Communion. Family prayer. Families use prayer to transmit religious beliefs down to the younger generation. Prayer has enabled family members to address problems or stresses they were experiencing through their lives. Prayer has helped family members bond with one another and created a sense of family unity. It is important to do with your family so that you can experience what other people, so we can bear one another's burdens and grow together in spiritual strength. Self-prayer. Self-prayer is the Christian tradition that refers to a form of prayer performed by an individual that is uniquely experienced by that person. Well, why is this important? This prayer is an invitation to use God's word and to know that this will refocus our life. Holy Mass, Holy Communion, and the Confession. The Mass is at once a memorial and a sacrifice. In the Eucharist prayer, the Church celebrates Jesus Christ and His redeeming work, especially the sacrifice for the sake of all humanity. This is the most important, as it is through this that we can experience the true presence of God and have your conversation with God. The Holy Communion, or the Eucharist, is the remembrance of the body and blood of Jesus that was broken and poured at the cross. Taking Holy Communion does not only remind us of the suffering, but also shows us the amount of love Jesus had for us. Another important thing is confession. In confession, people say sorry for the sins that they have committed throughout their life. Confession also permits reconciliation to the Church, which is wounded by the sins people commit. This is really important, as we know that we have put things right with God and to know that we have truly been forgiven. The Catholic Church believes that only God can forgive sins so that we can be pure and holy. To conclude, we all as Christians should act on the commission gave by the Pope and to make sure that we live the life of prayer. We must also remember to do self-prayer, family prayer, confession, be active in the Holy Mass, receive Holy Communion in order to nourish our bond with God. Thank you. Star of wonder, star
nature sing, and heaven and earth the nature sing. Joy to the world, the Savior reigns. Let men their songs employ, while fields and clouds, rocks, hills and plains, repeat the sounding joy, repeat the sounding joy, repeat, repeat the sounding joy. No more let saints and sorrows grow, no thorns infest the ground. He comes to make His blessings flow, for as the curse is found, for as the curse is found, for as the curse is found. He rules the world with truth and grace, and makes the nations prove the glories of His righteousness, and wonders of His love, and wonders of His love, and wonders of His love. Merry Merry Christmas, Merry Merry Christmas, ആടുന്നു Merry Merry Christmas. ശംഖോടു ചേർന്നതു മൂടുന്നു Merry Merry Christmas, ആടുന്നു Merry Merry Christmas, Merry Merry Christmas, ആടുന്നു Merry Merry Christmas. സുന്ദരമാകും സംഗീതത്തിൻ നിർജ്ജരിയാക്കിയിടാം, സുന്ദരമാകും സംഗീതത്തിൽ നിർജ്ജരിയാക്കിയിടാം. Merry Merry Christmas, ആടുന്നു Merry Merry Christmas, Merry Merry Christmas, ആടുന്നു Merry Merry Christmas. സമ്മാനം നൽകാൻ സുരദൂതർ നിരയായി, സ്വർലോക ദീപം പാഴ്വഴിയിൽ മധുവായി, നീലമേഘം മാനിതിൽ ഒരു സ്നേഹഗാനം പാടി മറവായി, മലരായി, മഴയായി. Merry Merry Christmas, ആടുന്നു Merry Merry Christmas, Merry Merry Christmas, ആടുന്നു Merry Merry Christmas. നാവായ നാവിൽ കനിവിന്റെ ശ്രുതി മൂളി, ഹല്ലേലൂയ ഗീതം ധനുമാസ കുളിരായി. കുട്ടികൾക്ക് സാന്റായുടെ ഡാൻസ് കളിക്കണോ? ഡാൻസ് കളിക്കണോ? ഡാൻസ് കളിച്ചാലേ നിങ്ങൾക്ക് സാന്റ ചോക്ലേറ്റ്സ് തരുള്ളൂ. ആരൊക്കെ ഡാൻസ് കളിക്കും? ഡാൻസ് കളിക്കുന്നവർക്ക് എല്ലാം സാന്റ ചോക്ലേറ്റ് തരും. ഓക്കെ, അടുത്ത സോങ് ഇടുമ്പോൾ സാന്റയുടെ കൂടെ എല്ലാവരും നല്ല അടിച്ച്
ഉണ്ടായിരുന്നു ക്വാറന്റൈൻ ഒക്കെ? ക്വാറന്റൈൻ നല്ല സുഖമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഫുഡ് മാത്രം മോശമായിരുന്നു. പാവം സാന്റ, അതുകൊണ്ടാണ് സാന്റ ഇങ്ങനെ എന്നാന്ന് പറഞ്ഞ മെലിഞ്ഞിരിക്കുകയാണ്. സാന്റയ്ക്ക് ഫുഡ് ഭയങ്കര മോശമായിരുന്നു ക്വാറന്റൈനില്. ഇവിടുത്തെ ചൂട് കാരണം കുറച്ച് കറുത്തും പോയി. അടുത്ത വർഷം വരുത്തേക്ക് കുറച്ചുകൂടി വെളുത്ത് വരാം. എല്ലാവർക്കും I wish you a very, very happy Christmas and you should have a safe Christmas. എല്ലാവർക്കും be sure you are safe. So you should all use hand sanitizers, gloves and face mask so we can celebrate the next Christmas as well. Oh, the next Christmas is a COVID Christmas for all of us. Thank you Santa, thank you so much. I got some lollies for everyone and I'm going to give it to everyone, please. Okay, എല്ലാവരും നമ്മുടെ പ്രേക്ഷകരുടെ നമ്മുടെ പേരൻസ് പറയുമ്പോൾ അവർക്ക് ചോക്ലേറ്റ് കിട്ടിയിട്ടില്ല. സാന്റ അവരെയും കൂടെ ഒന്ന് പരിഗണിക്കണം. ഒന്ന് എറിഞ്ഞിട്ട് കൊടുക്കുവോ കുറച്ച് ചോക്ലേറ്റ് അവർക്കൊന്ന് വാരിയെടുക്കാൻ? ചോക്ലേറ്റ്സ് കിട്ടിയവരെല്ലാരും താഴേക്ക് ഇറങ്ങുക. സാന്റ കുറച്ച് ചോക്ലേറ്റ് എറിഞ്ഞു കൊടുക്കുവോ? Soga kalikum kalikum mandiri.
மண்ணுக்கும் அப்பவும் பஞ்சமில்ல அங்கிலுக்கும் தென்றலுக்கும் சொந்தமும் தேவையில்ல எங்களுக்கும் தேவதற்கும் சம்பவம் மறவில்ல அதன பேரையும் மத்தான மாத்திரம் சங்கமம் இங்குதான் சங்கமம் ஆகத்தான் ஆகத்தான் நான்தான் சொப்பன சுந்தரி உங்க சோகம் கலிகும் மந்திரி நான்தான் சொப்பன சுந்தரி உங்க சோகம்
से करने हंगामा पूरी लम्हों को कर दे गुलाबी जश्न रुकने न देंगे जरा भी अपना फेमस है यार आना अपने संग तू भी आ जाना छोड़ दे दुनिया से शर्माना जोरों जोरों से तू चिल्लाना Coca-Cola, Coca-Cola, everything's gonna be Coca-Cola, 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 everything's gonna be Coca-Cola. मेरे इशारे पे दिन नाचा जो ट्विटर पे ट्रेंड हो गया नासिक के ढोल पे धन नाचा तो सबका दी एंड हो गया मेरे इशारे पे दिन नाचा जो ट्विटर पे ट्रेंड हो गया नासिक के ढोल पे धन नाचा तो सबका दी एंड हो गया सारी दुनिया में एक ही फेमस है मुंबई हो या और दिखा तो तुझे मेरा बना डांस यह मेरा बना डांस तो नाचू यह मेरा बना डांस तो नाचू मेरा बना डांस എല്ലാവരും ഇവിടെ നിന്നോട്ടോ. ഇന്ത്യ പിള്ളേരുടെ എല്ലാം കൂടി ഒരു മത്സരമാണ്. ഇച്ചിരി ബിഗ് റൗണ്ട് ആക്കിക്കോ മക്കളെ. ആന്റി പറയുന്നത് ഒന്ന് കേൾക്കാമോ? ബിഗ് സർക്കിൾ ആക്കിക്കോ ഇച്ചിരി കൂടെ. ഇതിനകത്ത് കളിക്കുന്നില്ലാത്ത എല്ലാ പിള്ളേരും ഇച്ചിരി പുറകിലേക്ക് ഇച്ചിരി ബാക്കിലേക്ക് മാറ്റി നിൽക്കണം കേട്ടോ. പേരൻസ് എല്ലാരും ഒരു ശക്കലം കൂടെ പുറകോട്ട് നിൽക്കുക അപ്പൊ നമുക്ക് കാണാലോ. പക്ഷെ നമ്മള് പിള്ളേര് ഇത് പെറുക്കി കഴിയുമ്പോ പേരൻസ് എണ്ണുക. ഒരു പേരൻസ് ഒരു സെക്കൻഡ് റൗണ്ട് ആയിട്ട് ശക്കലം കൂടെ പുറകിലേക്ക് നിൽക്കാവോ? നിങ്ങൾ ഇച്ചിരിയും കൂടെ ഒരു ബിഗ് സർക്കിൾ ആക്കി നിന്നേ. പേരൻസ് എല്ലാവരും ഒരു ശകലം കൂടെ എന്നാലും നമുക്ക് അവർക്ക് പെറുക്കാൻ എളുപ്പമുള്ളേ. ആന്റി പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടെ. നിങ്ങൾ വാരരുത് കേട്ടോ. മാക്സിമം വാരാതെ ട്രൈ ചെയ്യുക. കുറച്ചത് പെറുക്കി പെറുക്കി എടുക്കാം. One at a time. Guys. Start ചെയ്യാൻ പോവാ കേട്ടോ. ആന്റി 1, 2, 3 go പറയുമ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. Not yet started. No. Wait. ആന്റി ready set go പറയുമ്പോൾ മാത്രമേ 3 go. നല്ലതായിരുന്നു. ഇനി എല്ലാവരും ഈ നിൽക്കുന്നവിടുന്ന് ഒരു ശകലം പുറകിലേക്ക് അകന്ന് നിൽക്കാമോ?
Okay, ready? 1, 2, 3, go. തെറ്റി 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 23. കള്ള് കണ്ടുപിടിച്ച മനുഷ്യൻ. ആ എന്താണ് എന്തല്ലേ എല്ലാവർക്കും സ്പേസ് വേണ്ടേ മുട്ടയിൽ കിടക്കാൻ. സോ ഇത് കഴിഞ്ഞ് കഴിയുമ്പം ഇത് ഇത്രയും കുട്ടികൾ ഉള്ളത് കൊണ്ട് പേരൻസ് കൗണ്ട് ചെയ്ത് നമ്പർ പറയുക. അപ്പൊ എല്ലാവരും എഴുതാൻ നമുക്ക് പറ്റില്ല. ഫസ്റ്റ് സെക്കൻഡ് തേർഡിന്റെ മാത്രമേ നമുക്ക് നമ്പർ എഴുതാൻ പറ്റുള്ളൂ. കാരണം നമ്പർ ഓഫ് കിഡ്സ് കൂടുതലാണ്. പക്ഷെ സ്റ്റില് പേരൻസ് അത് കൗണ്ട് ചെയ്യണം കേട്ടോ. ഇതിനകത്ത് 5 and above ഉള്ളൂ. up to 4 ഹിന്ദി വരെ up to 4 അല്ല. എന്നെ അനുഗ്രഹിച്ച എല്ലാ സഹോദരങ്ങൾക്കും നമ്മള് ഇവിടെ എന്ത് ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്താക്ഷരിയല്ല, ഞാൻ പറയാം, എല്ലതും പറയാൻ അനുവദിക്കും പ്ലീസ്. നമ്മളിവിടെ അഡൽട്ടിന്റെ ഗെയിം നടത്താൻ പോവാണ്. 2-3 ഗെയിമുണ്ട്. ഫസ്റ്റ് ഗെയിം കപ്പിൾസിനാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഗ്രൂപ്പിൽ നിന്നുള്ള ഓരോ കപ്പിൾസിനെ വിളിക്കും. വന്ന് നിങ്ങൾ എന്താ ഞങ്ങൾ പറയാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻസ്ട്രക്ഷൻ തരാം, അതനുസരിച്ച് ചെയ്യുക. അപ്പൊ ജസ്റ്റ് ഇതൊരു ഫണ്ണായിട്ട് എടുക്കുക, അല്ലാതെ ഇതൊരു മത്സര ബുദ്ധിയോടുകൂടി എടുത്ത് എന്നെ കൊല്ലാൻ നോക്കരുത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ കപ്പിൾസ് ഇപ്പൊ എക്സാമ്പിള് ഈ ഗ്രീൻ, ഇത് ഗ്രീൻ ആണോ റെഡ് ആണോ ഏതാണോ ആരെങ്കിലും അവിടെ ഈ ഓക്കെ ഇടതുവശവും വലതുവശവും. എന്റെ ഞാൻ ചിരിക്കണോ കരയണോ? എന്റെ വലതുവശത്ത് ഇരിക്കുന്ന ഇപ്പൊ ആ ഗ്രൂപ്പിൽ ആരെങ്കിലും വന്ന കപ്പിൾസ് ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് 5 പോയിന്റ് കിട്ടുന്നതാണ്. നമ്മൾ ഈ പോയിന്റിലേക്ക് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് അവസാനം വലിയൊരു സമ്മാനം തരുന്നതാണ്. ഓക്കെ, വാഴക്കുളാന്ന് വിചാരിച്ചു. അല്ല ഞാൻ അല്ല അന്നേരം പൈനാപ്പിളിന് ഫേമസ് ആണ്. അങ്ങനത്തെ എന്തെങ്കിലും ഫേമസ്, ഓരോ സ്ഥലം എന്തിനെങ്കിലും ഫേമസ് ആയിട്ടുണ്ടോ? മനസ്സിലായിട്ട് ഞാൻ ഓക്കെ ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ എടുക്കുന്ന പേരുമായിട്ട് ബന്ധപ്പെട്ട് മീൻസ് പേര് വരുന്ന ഒരു ക്ലൂ കൊടുക്കാൻ പാടില്ല. മൂവാറ്റുപുഴ ഇൻ കേസ് ഇപ്പൊ വേറെ എക്സാമ്പിൾ കോട്ടയം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ സിനിമ നടൻ നസീർ, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന നസീറിന്റെ പേരിനോട് ചേർന്നുള്ളതാണ് കോട്ടയം നസീർ. അങ്ങനെ പറയരുതെന്ന് മാത്രം. അതായത് ഡയറക്റ്റ് ക്ലൂ കൊടുക്കരുത്, അതാണ് ഞാൻ മെയിൻ ചെയ്തത്, അത്രേ ഉള്ളൂ. ഓക്കെ സ്റ്റാർട്ട്. സമയം വേണ്ട, 30 സെക്കൻഡ്.
അല്ല എല്ലാ കപ്പിൾസിനെ വിളിക്കാനുള്ളതുകൊണ്ട് 30 സെക്കൻഡ് കൂടുതൽ സമയം തരാൻ പറ്റില്ല. 30 സെക്കൻഡ് മതി. വർഷത്തിന്റെ ഓക്കെ, ഒരു പഴഞ്ചൊല്ലുണ്ട്, ഈ സ്ഥലത്ത് പോയവർക്ക് ഇല്ലം വേണ്ട. അല്ല അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അല്ലല്ല അത് പ്രശ്നമില്ല. അല്ല അത് കുഴപ്പമില്ല. അടുത്തത് ഈ ഗ്രൂപ്പിൽ നിന്നാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. ജിൻസും ഷിനിയും. ഓക്കെ, ജിൻസും ഷിനി പ്ലീസ്. അതെല്ലാം പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഭാര്യ എടുക്കുക, ഭാര്യ ക്ലൂ കൊടുക്കുക, ഭർത്താവ് പറയുക. അത് വേസ്റ്റാ, അത് ജിൻസൊന്നും പറയാൻ പോകുന്നില്ല. ടൈമർ ഓൺ. അതെ 20 15 seconds. ഇനി 15 ഉള്ളൂ. 10 seconds. 5 seconds. പാലക്കാട്, തൃശ്ശൂര്. Time up. നമ്മൾ കാലൊറച്ച് വെക്കണം, Time up. കുറച്ച് വെക്കണം. Time ആയി. കാലടി. Time ആയി. Time ആയതായിരുന്നു. ഇവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തമായതാണ്. ഓക്കെ, ആ പോയിന്റ് ക്യാൻസൽ ചെയ്യണം. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, സോറി, അത് ഇപ്പൊ പറഞ്ഞത് ആ പേരിനോട് തന്നെ ചേർന്നുള്ള ഒരു വേർഡ് പറഞ്ഞത്. ആ സ്ഥലത്തിന്റെ ഇമ്പോർട്ടൻസ് പറയാമോ? ഫോർ എക്സാമ്പിൾ കാലടി സർവകലാശാല, സംസ്കൃത സർവകലാശാല, ശ്രീ ശങ്കാരി. അല്ലെങ്കിലും ടൈം ഔട്ട് ആയിരുന്നു. 30 seconds കഴിഞ്ഞായിരുന്നു. അടുത്ത ഗ്രൂപ്പിൽ നിന്ന് വിളിക്കണം. പ്രിയ സൂരജ്. ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞാണ്, ചുമ്മാ ഒരു മിനിറ്റ് പോലും എടുത്തേക്കരുത്. ടൈമർ. തുടങ്ങി. ടൈം സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഈ ഷോപ്പിങ്ങിനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിറ്റിയോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ്. അല്ല, നമ്മുടെ കിറ്റക്സ് അങ്ങനത്തെ അതിനോടൊക്കെ അടുത്തായിട്ട് ഈ IT കമ്പനികളൊക്കെ അല്ല, അതിനോടൊക്കെ ചേർന്ന് 5 seconds. കണ്ടിട്ട് മനസ്സിലായത് അജാറത്തേണ്ടി. അടുത്ത ജൈനം പുള്ളിയാക്കാൻ പോണ ടൈം സ്റ്റാർട്ട് ചെയ്യാം. പാലക്കാട് ജില്ലയിൽ ഒരു ഫാഷനുള്ള പേരാണ്. 15 seconds. മലമ്പുഴ. 10 seconds.
5 seconds. Time up. Time out now. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ സ്റ്റേഷൻ ജിത്താഞ്ജോളി. ഒരു ഫേമസ് ഗായിക ഉണ്ട് ഈ സ്ഥലത്ത്. ജോൺസൺ ഡസ്ലി. അജോ നർസി. ടൈമർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ടൈമർ സ്റ്റാർട്ട്. 10 seconds. 15 seconds. 20 seconds. കോട്ടകൾ കൂടുതലുള്ള സ്ഥലം. 2 seconds. 1 second. Time up. ഞാൻ കേട്ടിട്ട് പോലും ഈ സ്ഥലം. ഏതാ സ്ഥലം? ബേക്കൽ. ബേക്കൽ എന്നായിരുന്നു പറയാൻ. ആൻസർ ബേക്കൽ എന്നായിരുന്നു. അതുമായിട്ട് ബേക്കല് നിങ്ങൾക്ക് അറിയില്ലേ, അതായത് നമ്മുടെ ടിപ്പു സുൽത്താന്റെ കോട്ടയുള്ള കേരളത്തിലെ സ്ഥലമാണ്. അത് ഫേമസ് സ്ഥലമാണ്. അതുപോലെ ഉയിരെ എന്ന് പറഞ്ഞ പാട്ട് ബോംബെ സിനിമയിലെ പാട്ട് പഠിച്ചത് ബേക്കലിലാണ്. ഏതോ പുലിയല്ല, പുലി എന്ന് പറഞ്ഞ വെറും പുലിയല്ല, ഒരു സിംഹം. അടുത്തത് ഷിബു സിനിമ. അത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ അതിന്റെ പ്രത്യേകത എന്താന്ന് പറയാം. ടൈം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എന്തെങ്കിലും പറ. 5 seconds. എന്തെങ്കിലും പറ. ഹലോ, ആരും ഇത് ചെയ്യാൻ പറ്റില്ല. 10 seconds. 15 seconds. ഡയറക്റ്റ് ക്ലൂ കൊടുക്കാൻ പാടില്ല. 20 seconds. 25 seconds. Time up. Time up. ഏതാ സ്ഥലം? കോതമംഗലം. കോതമംഗലം അതിന്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർത്തോമ ചെറിയ പള്ളിയുണ്ട്.
പിന്നെ നമ്മുടെ സിജി ജനിച്ചതാണ്, ഹൈറേഞ്ചിന്റെ കവാടമാണ്. സിജി ജനിച്ച സ്ഥലം അത് ഫേമസ്, അതുകൊണ്ട് ഓക്കെ. നിങ്ങൾ റെഡിയല്ലേ? ജോൺസൺ ലെസ്ലി. ഇതുവരെ അവർക്ക് സീറോ കേട്ടോ. ഷിബു ഞാൻ കാരണമാണ് 10 പോയിന്റ്. ഷിബു ഞാൻ കാരണം 10 പോയിന്റ് ഇവരെ കൂടെ നല്ല മത്സരമാണ്. തോറ്റ് നിന്ന് പാടി ഞാൻ പറഞ്ഞു. അലാവുദ്ദീനൊക്കെ അങ്ങനത്തെ കുറെ പേരുകളിൽ വരാൻ സാധ്യതയുള്ള പേരാണ്. എനിക്ക് അറിയില്ലല്ലോ. വയനാട് ഡിസ്ട്രിക്റ്റ് ആണ്. രണ്ട് പേരുണ്ട്. അവിടെ പറയേണ്ട ആൾക്കാര് ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ എന്താ പറയുന്നത്, നമ്മളിങ്ങനെ അലാവുദ്ദീൻ അങ്ങനെ ഇങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ ഇല്ല. അറബി കഥകളിലൊക്കെ പറയുന്ന കുറച്ച് പേരുകളൊക്കെ ഇല്ലേ. നമ്മുടെ ഉണക്കമുന്തിരിക്കൊക്കെ എന്താ പറയുന്നത്, അതായത് ലാർജസ്റ്റ് സിറ്റി ഇൻ വയനാട്. അതുപോലെ താമരശ്ശേരി ചുരം എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ താമരശ്ശേരി ചുരം NT എന്ന സ്ഥലമാണ് സുൽത്താൻ ബത്തേരി. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ സിന്ധു അവിടെ താമസിക്കുന്നത് കോടഞ്ചേരിയാണ്. അപ്പൊ കോടഞ്ചേരിയിൽ താമരശ്ശേരി ചുരം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണോ കോടഞ്ചേരി? എനിവേ ഷെറിൽ അരുൺ അല്ലേ? സിന്ധു. ഒരു വിമതം വരുന്നുണ്ട് കേട്ടോ. അംഗമുറ കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആളായി പിറന്നവർക്ക് ആരുമില്ല. അല്ല ജോബി ഈ പോയിന്റ് ഞങ്ങളുടെ കേട്ടോ. ഈ പോയിന്റ് നമ്മുടെയാണ്. ഈ പോയിന്റ് നമ്പർ 2 എന്ന് ഉണ്ടായിരുന്നു. ടെൻഷൻ എടുത്തോ. ഓക്കെ പക്ഷി കേന്ദ്രമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഫോറസ്റ്റ് ഇംഗ്ലീഷിൽ പറയും കാട്. ഈ ഗ്രൂപ്പിൽ നിന്ന് ഡാർവിനും വാർവിനും സ്റ്റാർട്ട് ചെയ്യാം. ഈ സ്ഥലത്ത് മൃഗ സങ്കേതമുണ്ടെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ നീ പറയുന്നത് 5 seconds. ജില്ലയിൽ 10 seconds. 15 seconds. ഈ പേരിനോട് എപ്പോഴും പറയാറുണ്ട് ഇന്ന സങ്കേതം ആ പേരിന്റെ കൂടെ വരണം. നാഷണൽ പാർക്ക് 25. തേക്കടി. Time up. ഇരവികുളം നാഷണൽ പാർക്ക് മൂന്നാറിനടുത്തുള്ള സ്ഥലമാണ്.
ഞങ്ങളെല്ലാരും ജയിച്ചിട്ടുണ്ട് കേട്ടോ. ജയിനെ നമ്മൾ ഏതോ ഒരു പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ കൂടി എൻ്റെ ചേച്ചി നമ്മളെല്ലാവരും കൂടി ട്രിപ്പ് പോയായിരുന്നു. നമ്മുടെ ഇടുക്കി തന്നെയുള്ളൊരു സ്ഥലമാണ്. നമ്മൾ സ്ഥിരം പോകുന്നത് നമ്മുടെ വയൻകാടൊക്കെ ഉള്ള 10 seconds. വാഗമൺ വാഗമൺ. 2 ഗോൾഡ്, 1 സവാള, 1 സൂര്യ. ആ നോക്കട്ടെ, ഒരാൾക്കെങ്കിലും വിവരം ഉണ്ടോ നോക്കട്ടെ. ഇവര് കൂടെ Timer starts. ഏതാണ്ട് മുത്തപ്പൻ പറയില്ലേ, നമ്മുടെ ഇതിന്റെ പറയില്ലേ, നമ്മുടെ വായിക്കാൻ കഴിഞ്ഞിട്ടുള്ള 10 seconds. നമ്മുടെ ഒറ്റപ്പിന്റെ കഴിഞ്ഞിട്ടുള്ള അതിനെന്തുകൊണ്ട് മുത്തപ്പെന്ന് പറയില്ല, അത് കുട്ടി പറഞ്ഞത്. 3 seconds. എന്താണ് കളവ്? Time up, time up. ശരി, കളവ്. നിനക്കറിയാവുന്ന പണി മറ്റുള്ളവരെ പറ്റിക്കലും മൂക്കുകൂട്ടത്തിൽ വിളിക്കണം. പറശ്ശിനിക്കടവ് നമ്മുടെ കേരളത്തില് സ്നേക്ക് പാർക്കുള്ള സ്ഥലമാണ് പറശ്ശിനിക്കടവ്. അതുപോലെ തന്നെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ അവിടെ ഒരു ഭയങ്കര ടെമ്പിൾ ഉണ്ട്. അതുപോലെ അവിടുത്തെ എന്നാ ടെമ്പിളില് തെയ്യമാണ് അവര് ഇത് ചെയ്യുന്നത്. എന്നാ അതിന്റെ പേര് മറന്നുപോയി. അല്ലല്ല, അടുത്തതായിട്ട് ഷെറൽ അരുൺ. അല്ല, അവര് പിടിച്ചിട്ട് കാര്യമില്ല, അവർക്ക് വിവരമുള്ളവരാരും ഇല്ല അവരുടെ കൂട്ടത്തിൽ. കണ്ടറിഞ്ഞ് കഴിച്ചില്ല, കണ്ണു നോക്കില്ല, മനസ്സിലാക്കി വേണ്ടാത്ത നോക്കി. Timer starts now. ഏത് ജില്ലയാണെങ്കിലും എന്തെങ്കിലും പറയാം. പെട്ടെന്ന് പറ. എറണാകുളം ജില്ലയിൽ എന്തോ നമ്മുടെ തലസ്ഥാനത്തിന്റെ പേരുമായി ഒരു സാമ്യം ഓക്കെ ഓക്കെ, തിരികെ തുടങ്ങിയോ? അല്ല ഒരു 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 ഫ്രേസ്. ഓക്കെ, മലയാളം ഫ്രേസസ് ആണ്. ഒരു ജസ്റ്റ് ക്ലൂ ആയിട്ട് ഞാൻ പറയണം, മലയാളം ഫ്രേസസ് ആണ്, അല്ലാതെ സിനിമ പേരോ അല്ലെങ്കിൽ പാട്ടോ അങ്ങനെയൊന്നും അല്ല. ജസ്റ്റ് മലയാളം ഫ്രേസസ്, കോമൺ ഫ്രേസസ് ആണ്. ഹലോ, അത് ഫൗളാണ്, 15 seconds. 10 seconds. ഇല്ല, അടുത്ത ഗെയിമായി, അത് ഫൗളായി. അല്ല, ഇപ്പൊ നിങ്ങൾ ലീഡർ എല്ലാം പറഞ്ഞത് പറഞ്ഞ് എല്ലാം പഴഞ്ചലാണെന്ന് നിർബന്ധമില്ല. അതായിരുന്നു അത്, പക്ഷെ പറയുന്ന കേട്ടിട്ടുണ്ട് തന്നെ ജോൺസൺ പറഞ്ഞു. കൊണ്ടുപോയത് 1 minute. അത് ഒരാൾക്കോട് മൊത്തത്തിലാവും. Time. 10 seconds.
10 seconds. Twenty seconds. Aiden. Shoelace. Ten seconds. Time up. ശിവചേട്ടൻ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല. 15 seconds. മോനെ ശിവമോനെ അവിടെ ഒരു 2 ടോൾട്ട് കൊടുക്കണം ഈ ശിവചേട്ടന് വേണ്ടി. 10 seconds. Come on. നമ്മള് ഇൻഡിവിജ്വൽ ഗെയിം നടത്തുകയാണ്. ആ ഒരു ഗെയിമോട് കൂടി നിർത്തുന്ന കാരണം ഇതിന് എല്ലാം ടയർഡായി തോന്നുന്നു. നമ്മൾ ഒരു ലാസ്റ്റ് ഒരു ഗെയിം ഇൻഡിവിജ്വൽ ഗെയിമിൽ നമുക്ക് നടത്താം. എല്ലാവരും ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റും.
പകലും എത്തിയ ദൈവം വാണിടണോ സഖിയോ പകലും എത്തിയ ദൈവം വാണിടണോ ദിവ്യകാരുണ്യം കേൾക്കൊള്ളുന്നേ ഉള്ളിലുള്ളിയം ഈശോ വന്നല്ലോ സ്നേഹം ക്രൂശിൽ
കാപ്പി ഉണ്ട് മതി. സാധാരണ രാവിലെ കിട്ടുന്ന കാപ്പിയാണ്. മണി 10 ഇന്നലത്തെ കെട്ടിറങ്ങട്ടെന്ന് വെച്ചിട്ടോ. അല്ല, പത്രത്തിൽ എന്നാ ഉണ്ട്? ഇതിലങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലെന്നേ. ഈശ അതിന്റെ വിലക്ക് നോക്കി. അതല്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്കാരുടെ കളിയാണ്. അതല്ല, നമ്മുടെ കൊച്ചിന് പറ്റിയ നല്ല കല്യാണങ്ങൾക്ക് നല്ലതും ഉണ്ടോ? ഞാൻ നോക്കി, ഇതിന് നമുക്ക് പറ്റിയൊന്നും ഇല്ലല്ലേ. ഇതിലെല്ലാ നമ്പറുകളും ഒരേപോലെ വെച്ചിരിക്കുന്നത്. അത് ഈ ബ്രോക്കന്മാരെ പണിയാൻ തോന്നുന്നത്. നമ്മുടെ ജോണിച്ചായന്റെ മോളുടെ കല്യാണം നടന്ന ഒരു സാധനം ഉണ്ടല്ലോ, നെറ്റിൽ എന്തോ ചാവാറായെന്നോ. ചാവറായതല്ലടി, ചവറ മാട്രിമോണിയതാണ്. എന്ത് കുന്തായാലും അതിൽ പേര് കൊടുത്താലേ നല്ല സുന്ദരൻ ചെറുക്കന്മാരെ കിട്ടും. ജോണിച്ചായന്റെ മരുമോനെ കണ്ടോ, എന്തൊരു സുന്ദരനാ. അമേരിക്കയിൽ നിന്നാണ്. നമുക്ക് അമേരിക്കയിൽ നിന്ന് വേണ്ട, ഓസ്ട്രേലിയ മതി. അതിലൊക്കെ പേര് തേച്ചിട്ട് 14,000 രൂപ വേണം. 4,000 രൂപയോ? ആ, ഒരു 500ന്റെ പണി വരുന്നുണ്ട്, എടുത്തു വെച്ചോ. അല്ലതാര്? പിള്ളച്ചേട്ടനാ? കേറി വാ. ആ, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. എന്താ ഒന്നും ഉണ്ടായിരിക്കുന്നത്? പിള്ളേരാ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഓ, മോടെ കാര്യമാണോ? എന്റെ കറിയാച്ച, ഇപ്പൊ ഈ വിദേശത്തുള്ള പിള്ളേരെയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാന്ന്. എന്റെ കയ്യില് നിങ്ങളുടെ മോക്കങ്ങ് കിഴക്കൻ മലയില് നല്ലൊരു ചെറുക്കനുണ്ട്. ഇഷ്ടം പോലെ സ്വത്താ. നിങ്ങളുടെ മോൾ അവിടെ ചെന്നാല് സ്വർഗമായിരിക്കും, സ്വർഗം. അതെ, ഞങ്ങളുടെ അന്നക്കൊച്ചിനെ നഴ്സിംഗ് പഠിപ്പിച്ചതേ വിദേശത്ത് പോകാനാ, അല്ലാതെ കിഴക്കമല കയറാനല്ല. കറിയാച്ച, നിങ്ങളുടെ മോക്ക് ഞാൻ മണി പോലുള്ള ചെറുക്കനെ കൊണ്ടത് ഇങ്ങനത്തെ കറിയാച്ച. ഇത് തന്നെ എന്റെ അപ്പനോടും പിള്ളച്ചേട്ടൻ പറഞ്ഞത്. നമ്മുടെ ഈ കറിയാച്ചനുണ്ടോ കുഴപ്പം? ഇപ്പോഴും പയർ പോലല്ലേ ഇരിക്കുന്നത്? ഈ പേരും പറഞ്ഞു പിള്ളേച്ചൻ എൻ്റെ ഒരുപാട് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. എന്നാ കൊണ്ടുപോ. നിങ്ങൾ ഈ മനുഷ്യന് എന്തുമാത്രം പൈസ കൊടുത്തേക്കുന്നു. അതൊക്കെ കൊണ്ടുവന്ന ചാവറയിലാണ് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ കൊച്ചിന്റെ കല്യാണവും കഴിഞ്ഞ് അവരൊന്ന് വിദേശത്തെത്തിയേനെ. എന്നാ പിന്നെ നീ പോയി റെഡിയാകും. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോവാം. അതിൻ്റെ ഒരു കുറവ് വേണ്ട. നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പഗന്ധർവ ലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ. ഈ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ മോഹങ്ങളായിരുന്നു. ക്ലബിങ്, പബ്സ്, ചിക്ക്. ഇവിടെ മനുഷ്യൻ ഈ അസൈൻമെന്റുകളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇരിക്കാൻ സമയമില്ല. ഹലോ ഉണ്ണി അങ്കിൾ, അങ്കിളുടെ വീട് ഞാൻ തന്നെ എടുത്തോളാം. എനിക്ക് PR കിട്ടി. ഒരാഴ്ചക്കുള്ളിൽ സെറ്റിൽമെന്റ്. അപ്പം അങ്കിളെ ഞാൻ വിളിക്കാം, കുറച്ച് തിരക്കുണ്ട്. എന്താണ് അളിയ, ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അടിച്ചളിയ, അടിച്ചു. PR അടിച്ചു. ബെസ്റ്റ്. ഞാൻ കരുതി നിനക്ക് ഒരു പെണ്ണ് സെറ്റായി. ആ കൊച്ചു നോക്കി വന്നേ. ഇതിന് PR സെറ്റായില്ല. ഇന്ന് ചെലവ് ഇവന്റെയാ. വാ. നലി, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ കൊച്ചുവർക്കി എന്ന് വിളിക്കണ്ടെന്ന്. എൻ്റെ പേര് സാം വർഗീസ് എന്നാണ്. കോൾ മീ സാം. അതിന് നിന്റെ അപ്പൻ്റെ പേര് വർഗീസ് എന്നാണല്ലോ. അതുകൊണ്ടാണല്ലോ ചെറുപ്പം മുതൽ നിന്നെ കൊച്ചുവർക്കി എന്ന് എല്ലാവരും വിളിക്കണേ. ഗഡി, ഈ ആൾക്കാരെന്നെ കൊച്ചുവർക്കി എന്ന് വിളിച്ചിട്ടേ എൻ്റെ 2 കല്യാണം മാറിപ്പോയത്. ഇപ്പത്തെ ഈ ന്യൂജം പെൺപിള്ളേർക്ക് ഈ പഴഞ്ചം പേരൊന്നും അങ്ങോട്ട് പിടിക്കില്ല. അവിടെ ഞാൻ നൈസായിട്ട് മാറ്റി പിടിക്കണേ. കോൾ മീ സാം. എടാ പിന്നെ നീ ആ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് എന്തായി? വല്ലതും നടക്കുവോ?
എന്റെ പൊന്നിഷ്ട കല്യാണൊക്കെ കുറെ വരുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റായി വരുന്നില്ല. ഇതിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാ എനിക്ക് ഇഷ്ടപ്പെട്ട അപ്പനമ്മയ്ക്ക് ഇഷ്ടാവില്ല, അപ്പനമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് തലതീർത്ത് 2 പെങ്ങന്മാരുണ്ട്, അവർക്ക് ഇഷ്ടാവില്ല. ഇത് ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കാണ്. എന്തുട്ടാ ചെയ്യപ്പോ? നമ്മുടെ നിലയ്ക്കും നിലയ്ക്കൊക്കെ ഒന്ന് സെറ്റായി വരണ്ടേ? അല്ല പിന്നെ ഈ പെൺവീട്ടുകാർക്കും കാണില്ലേ പല പ്രതീക്ഷകളും. മച്ചാനെ, നിനക്കൊന്ന് ആലോചനകൾ എങ്ങനെയാ? നല്ല പെണ്ണുങ്ങളുണ്ടോ? എനിക്കാണെങ്കിൽ അവിടെ ഒരു ഡിമാൻഡും ഇല്ല കേട്ടോ. നല്ല വല്ല പെണ്ണുങ്ങളുണ്ടോ ഒന്ന് കാണിക്കണേ. നീ ആദ്യം അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ നോക്കുക, എന്നിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് PR എടുക്കുക. ഇവിടെ ചേട്ടന്മാർ നിൽക്കുമ്പോഴാ അവൻ്റെ ഒരു കല്യാണാലോചന. എടാ കൊച്ചുവർക്കി, സോറി, എടാ സാമേ, നീ ഏത് മാട്രിമോണി സൈറ്റിലാ രജിസ്റ്റർ ചെയ്തിരിക്കണേ? ചാവറ. എടാ അതിലെ പെമ്പിള്ളേരെ എനിക്കും കൂടെ ഒന്ന് കാണിച്ചു തരുമോ? അങ്ങനെ നീ ഇപ്പൊ സൂഹിക്കണ്ട. നിനക്ക് പെമ്പിള്ളേരെ നോക്കണെങ്കിലേ പൈസ മുടക്കി തന്നെ ഒരെണ്ണം രജിസ്റ്റർ ചെയ്യണ ഗടി. ക്യാഷ് മുടക്കണ, ക്യാഷ് ഗടി ഓസിന് അടിക്കാൻ നോക്ക. PR ആയിട്ട് നിന്റെ എച്ചിത്തരൊന്നും മാറിയില്ല അല്ലേ? ഇതൊക്കെ ഇല്ലാണല്ലേ? ക്യാഷ് ഇറക്കട, ക്യാഷ്. അവനോട് ഫോൺ പറയണം. നിന്റെ നല്ലൊരു ഫോട്ടോയും എടുത്ത് നമുക്ക് ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്യാം. നീ ആ ലാപ്ടോപ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട്. നിന്റെ നല്ല ഫോട്ടോ ഒക്കെ കേട്ടിട്ടുണ്ട്, സംഗതി സെറ്റാ. ഈ പെൺകൊച്ച് ഒന്ന് നോക്കി, കാണാനൊക്കെ കൊള്ളാം. എവിടെ നോക്കട്ടെ? സൂം ചെയ്യിഷ്ട. ഇക്കളാണ് കൊള്ളാലോ, എനിക്കിഷ്ടായിട്ടാ. ആ സൂമിങ് ഒക്കെ നീ നിന്റെ ലാപ്ടോപ്പിൽ കയറി നോക്കിയാൽ മതി. വിട്ടോ വിട്ടോ. എന്താ അവളുടെ പേര്? പേരൊക്കെ നല്ല കിടുപ്പേരാ. അന്ന മേരി സ്കറിയ. അന്ന മേരി സ്കറിയ, നല്ല പേരാണല്ലോ. നീ ഒരു ഇൻട്രസ്റ്റ് വിട്ടേ. ഓക്കെ ഡൺ. കളിയ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താ പ്രശ്നം? അല്ല, പെണ്ണ് നേഴ്സാണ്. അതിനെന്താ? നിന്റെ ഈ സെറ്റപ്പ് വെച്ച് നിനക്കൊരു ഡോക്ടർ എഞ്ചിനീയറൊക്കെ കിട്ടും. നിനക്ക് വേറെ പണിയില്ല നേഴ്സിനൊക്കെ. പോരാത്തതിന് നിനക്കിപ്പോ ഇവിടെ PR ഉണ്ട് അല്ലേടാ കുട്ടി നോക്കി? പിന്നല്ലാണ്ട് ഇവനിവിടെ PR മാത്രമാണോ? ഇവൻ നാട്ടിലെ കോടീശ്വരനല്ലേ, കോടീശ്വരൻ. കാണാൻ ഇവന് ഇത്തിരി ലുക്ക് കുറവാണെങ്കിലും ഇവന്റെ കാശിന് പുറത്ത് വീഴാത്ത പെമ്പിളറുണ്ടാവോ? എനിക്ക് ഈ പെണ്ണിനെ ഇഷ്ടമായി. അപ്പനെ വിളിച്ച് ഈ കാര്യം പറയാം. നീ എന്തിനാ അവനോട് അതൊക്കെ പറഞ്ഞു കൊടുക്കണേ? അവൻ ആരെ കെട്ടിയാലും നിനക്കെന്തുട്ടാ? ഇതാണ് നിന്നെ കൊച്ചു വാക്കിന്ന് വിളിക്കണേ. നിനക്ക് തീരെ ബുദ്ധിയില്ല. ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ട് നടക്കും. നമ്മളെ പിറ്റേ ദിവസം പുറത്താണ്. നിനക്കറിയാതെ ഇവിടുത്തെ റെന്റും കാര്യങ്ങളൊക്കെ. ആ സമയം അവൻ ഈ ഡോക്ടറിനെയും എഞ്ചിനീയറിനെയൊക്കെ നോക്കി നടന്ന അവൻ ഈ ജന്മത്തെ പെണ്ണ് കെട്ടാൻ പോലുള്ള. നമുക്കിവിടെ കാശ് കൊടുക്കാണ്ട് സുഖമായിട്ട് ജീവിക്കാം. എടക്കന്നാലി, നിനക്ക് ഇത്രക്ക് ബുദ്ധിയൊക്കെ ഉണ്ടാ? നീ ഒരു കുറുക്കനാണടാ. പക്ഷൊരു കാര്യണ്ട്, എന്തിന്റെ പേരിലാണെങ്കിലും നേഴ്സുമാർ ഇങ്ങനെ കുറ്റം പറയണത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലാട്ടാ. എന്നാ പിന്നെ നീ നേഴ്സുമാരെ പൊക്കിപ്പിടിച്ച് നടന്നു. നമുക്ക് നമ്മുടെ കാര്യം നടന്നാ പോരെ അളിയ. മംഗല്യ സൗഭാഗ്യമേക മണ്ണിനെ വിണ്ണോടു ടോമി, മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനയനുസരിച്ച് ഈ നിൽക്കുന്ന അന്നയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര തണുപ്പില്ല അല്ലേ? നിങ്ങൾക്ക് എന്താ ഒരു വിഷമം പോലെ? ഒന്നുമില്ല, നമ്മുടെ പിള്ളച്ചേട്ടൻ മരിച്ചുപോയി. ഏതാണ്ട് കൊറോണയാണെന്നാണ് കേട്ടത്. അങ്ങ് ദുബായിലെ മകളുടെ അടുത്തായിരുന്നു. ബ്രോക്കർ പിള്ളച്ചൻ്റെ ബോഡി പോലും നാട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ല. അതെന്താടാ മോനെ? കൊറോണ കാരണം ഫ്ലൈറ്റൊക്കെ നിർത്തി വെച്ചിരിക്കുക.
ഒരു ഫ്ലൈറ്റ് ഓടുന്നില്ല. അയ്യോ, അപ്പൊ ഇനി നാട്ടിൽ പോകാൻ പറ്റൂലേ? മരുന്നൊക്കെ കഴിയാറായി. നമ്മൾ മരിച്ചാലും ഇതൊക്കെ തന്നെ ആയിരിക്കല്ലേ അവസ്ഥ. അപ്പച്ചൻ എന്തിനാ ഇപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കണം? ഒന്നും രണ്ടല്ല, രൂപ 50,000 രൂപയാണ് കുടുംബകാലത്തൊക്കെ എണ്ണി കൊടുത്തത്. അത് വെറുതെ ആവോ? അല്ല മോനെ, ഞങ്ങളുടെ വിസയും തീരാറായില്ലേ? ആ, വിസയൊക്കെ തീരാറായി. ചിലപ്പോൾ എക്സ്റ്റൻഷൻ വല്ലതും കിട്ടുമായിരിക്കും. ആ എടാ സാമേ വാ. മോനെ, നാട്ടിൽ പോകാൻ വഴിയുണ്ടോ? ചേട്ടൻ നാട്ടിലേക്ക് ഇപ്പൊ എന്തുണ്ണ പോണേ? അവിടെ മൊത്തം COVID-19 ആണ്. വെറുതെ നാട്ടിലേക്ക് പോയി കൊറോണ പിടിച്ചാണ്ടാ. എന്റെ വീട്ടിൽ ഇതുപോലെ തന്നെയാണ്. രാവിലെ എണീറ്റ് അപ്പനും അമ്മയും വന്നിട്ട് നാട്ടിലേക്ക് പോകണം എന്നുണ്ടാ. കൊറോണ പിടിച്ചെത്താൻ കുഴപ്പമില്ല, അവർക്ക് നാട്ടിൽ പോയാൽ മതി. എന്തുകൊണ്ട് അത് പിന്നെ നമുക്ക് നാട്ടിൽ പോകണം ആഗ്രഹമില്ലടാ. അപ്പൊ പിന്നെ ഇവരുടെ കാര്യം പറയാനുണ്ടോ? നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോടാ. എവിടെ ആയിരുന്നു? അല്ലെങ്കിൽ മീൻകറിയുടെ മണം അടിക്കുമ്പോ ഇവിടെ കാണുന്നതാണല്ലോ. ആ, കൊറോണ കാരണം മീൻ മാർക്കറ്റും അടച്ചു. അതാ നീ വരാത്തല്ലേ? ശരിയാ, നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ. അപ്പം ചേച്ചിയൊന്നും പറഞ്ഞില്ലേ? ഇല്ല, അവളൊന്നും പറഞ്ഞില്ല. ഞാൻ 2-3 ആഴ്ചയായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. മരിച്ചു എന്നാ കരുതിയത്. നിനക്ക് എന്തുട്ടടാ പറ്റിയത്? എനിക്ക് കോവിഡ് പോസിറ്റീവായിരുന്നു. പണിയായില്ല ചേട്ടൻ, നമ്മള് കുടുങ്ങിട്ടാ. അല്ല, ഇപ്പൊ എല്ലാം മാറിയിട്ടോ. ടെസ്റ്റ് നെഗറ്റീവ് ആയതിനു ശേഷമാണ് ഡിസ്ചാർജ് കിട്ടിയത്. ഡോക്ടേഴ്സും നേഴ്സുമാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോഴും ജീവിച്ചിരിക്കണം. അതിന് നിനക്ക് നേഴ്സുമാരൊക്കെ ഭയങ്കര പുച്ഛായിരുന്നല്ലടാ. ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴല്ലേ നമ്മൾ ഓരോന്നും പഠിക്കുന്നത്. ഞാനൊരു കാര്യം തീരുമാനിച്ചു, വിവാഹം കഴിക്കുകയാണെങ്കിൽ അതൊരു നേഴ്സിനെ തന്നെയായിരിക്കും. അത് കറക്റ്റ്. കോവിഡ് മക്കളെ, ഹെൽത്ത് വർക്കേഴ്സിന് ഒരു ബിഗ് സാല്യൂട്ട്. COVID-19 മുന്നണി പോരാളികളായ എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും ഞങ്ങളുടെ സ്നേഹാദരങ്ങൾ. എല്ലാവരോടും ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. സുഖം പകരാനായി സ്നേഹദീപമേ കണ്ട മരമാടനും മാഗ്നയും ഒക്കെ നടത്തിയ ഉത്സവം. ഒരറിയിപ്പുണ്ട്, ഉത്സവം കലക്കാൻ വന്ന തെണ്ടികളെ നിങ്ങളെ കാത്ത് നാടൻ ബോംബിന്റെ ഒരു കമനീയ ശേഖരം സ്റ്റേജിന്റെ പിൻഭാഗത്തുണ്ട്.
തോട്ട് തുന്നമാര് വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്കും. എന്തെങ്കിലും പോരാ തങ്ങമാരി. തലപ്പന്തുകളിലും ചീട്ടുകളിലും തോറ്റപ്പോഴും നീ തന്നെ പറഞ്ഞു. അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാൽ മതിയോ? കൂടെയുള്ള കോന്തന്മാരെ കൂടെ വിചാരിച്ചില്ല. അതെ, ഒന്ന് തിരിഞ്ഞു. എന്തിനാ? അതാണ് ഇവിടുത്തെ ആദിത്യ മര്യാദ. ഓ, ഇതാണോ കുടകിൽ ആദ്യത്തെ മര്യാദലും? കൊള്ളാലോ. ഒന്ന് കുഞ്ഞെന്നോളൂ. മതിയോ? അങ്ങനെയല്ല, ശരിക്കും കുഞ്ഞോളൂ. നിങ്ങൾ വന്നതായി എന്റെ ചില പുതിയ സാധനങ്ങൾ ഞാൻ കൽപ്പിച്ചു. ഒരിടത്തൊരു പത്നിയെ തൊഴിച്ചു, സ്വന്തം ഭാര്യയെ തൊഴിച്ചു. ഇനി ഇതുപോലെ കാണിക്കൂ. സത്യമായിട്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ സദാശിവ മാമിന്റെ അടുത്ത് വിളിച്ചു പറയും. സത്യമായിട്ടും കാണിക്കില്ല, പറയല്ലേ തല്ലോട്ടോ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോള മീനാരി പെണ്ണിനെ കണ്ടേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോള മീനാരി പെണ്ണിനെ കണ്ടേ. പെണ്ണ് ജീവിക്കണ കണ്ടന്റെ കച്ചവടം വരുന്ന പാട്ടും പോയി. പെണ്ണ് ജീവിക്കണ കണ്ടന്റെ കച്ചവടം വരുന്ന പാട്ടും പോയി. സന്താനത്തെ ചൊപ്പുള്ള ചവിക്കണ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോള മീനാരി പെണ്ണിനെ കണ്ടേ. എന്റെ ഐഡിയ നിന്റെ ഐഡിയ നിന്നെ പറ്റി. ചന്ദിരാ രൂപാമണിയേ മാഗ ചന്ദിരാ രൂപാമണിയേ எனது மங்கை தங்கமே மரதக மனமே எனது மங்கை தங்கமே மரதக மனமே മനമീനരോ ചന്ദവർണ്ണ
തിങ്കൾ തൊട്ടും പെണ്ണാളെ നാട്ടാരും വീട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ ചിരിയുള്ള പെണ്ണേ തിങ്കൾ തൊട്ടും പെണ്ണാളെ നാട്ടാരും വീട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ പാകും ഞാൻ
നടനയിൽ ദൂരം നടന്നാൽ പുലരി മഴ പൂഞ്ചൊടിയിൽ. A song mixed by DJ Vanderest.